ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രുതിയുടെ അമ്മ അവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ നിങ്ങളെ എങ്ങോട്ടേക്കും വിടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എടാ അവരിവിടുന്ന് ഇറങ്ങി പോയിക്കോട്ടെ, നിന്നോടൊക്കെ ആരാ പറഞ്ഞത് എൻ്റെ സമ്മതം ഇല്ലാതെ ഈ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഇത് എൻ്റെ വീടാന്ന് പറഞ്ഞ് നിൽക്കുന്ന നേരത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീട് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. തുടർന്ന് നമ്മുടെ രേവതി ശ്രുതിയുടെ അമ്മയും കൊണ്ട് റൂമിലേക്ക് പോകുന്ന നേരത്ത് ചന്ദ്ര പറയും, ഒന്ന് നിന്നെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ ഈ പയ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഇവൻ അച്ഛനും അമ്മയും ഒന്നില്ലേ? അതോ ഈ പയ്യനെ നിങ്ങളെ ഏൽപ്പിച്ച് അവരൊക്കെ അവരുടെ പാട്ടിന് പോയോ? ഇപ്പോഴത്തെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാ മക്കളെ, അവർക്കൊക്കെ ബാധ്യതയാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയും ഉണ്ടാവും കേട്ടോ അവിടെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ശ്രുതിയുടെ മനസ്സിലിങ്ങനെ കൊള്ളാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി ആണെങ്കിൽ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് മുകളിലത്തെ റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവനെ തൊടണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ തൊടാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ ഹാളില് വിരിച്ച് കിടക്കുന്ന നേരത്ത് ശ്രുതി ഒരു സ്വപ്നം കാണുകയാണ് കേട്ടോ. ശ്രുതിയുടെ അടുത്ത് നിന്ന് ആ കുട്ടിയെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അങ്ങ് ഉണർന്നു പോവാണ് കേട്ടോ. ശ്രുതി, ഈ കുട്ടി എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒരക്ഷരം മിണ്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ. ആ കുട്ടിയാണെങ്കിൽ ആൻറ്റി എന്ന് വിളിക്കാണ്. ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവാണ്, ശ്രുതി ഇത് നിന്റെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ് കേട്ടോ. എന്നിട്ട് നേരെ ശ്രുതിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ശ്രുതി നല്ല കിടന്നുറങ്ങുമായിരിക്കും കേട്ടോ. ഓ എൻ്റെ അമ്മേ, ഇത് സ്വപ്നമായിരുന്നോ എന്നും പറഞ്ഞ് മുകളിലത്തെ റൂമിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിക്ക് ഉറക്കം വരായിട്ട് നേരെ പോവാണ് കേട്ടോ മുകളിലത്തെ റൂമിലോട്ട്. ശ്രുതി ഡോറ് തുറന്നപ്പോഴേക്കും കുട്ടി അമ്മേ എന്ന് വിളിച്ചിട്ട് ആർത്ത് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയൊക്കെ ഉണരുന്നുണ്ട്. എൻ്റെ മോനെ, നീ വല്ല സ്വപ്നം കണ്ടോ? അതെ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. മോൻ പേടിക്കണ്ട കേട്ടോ, ആൻറ്റി അരികെ തന്നെ ഉണ്ടല്ലോ, കിടന്നോ എന്ന് പറയണേ. അപ്പോഴും ശ്രുതി ഇതൊക്കെ കേട്ടുകൊണ്ട് വാതിൽക്ക് തന്നെ നിൽക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.